കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണ്, നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് തുടങ്ങി പല കാര്യങ്ങളും ഇതിന് മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഡിവൈസിനെ ഏത് രീതിയിൽ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. നെറ്റ്വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പം ഏത് രീതിയിൽ ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഡിവൈസ്, അതായത് എക്സ് വൈ എന്ന് പറഞ്ഞ് രണ്ട് ഡിവൈസസ് ഉണ്ടെങ്കിൽ എക്സിൽ നിന്നും വൈയിലേക്ക് ഒരു ഇൻഫർമേഷൻ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ, ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ നെറ്റ്വർക്കിൽ ഓരോ നോഡ്സിൻ്റെയും നടത്തുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള അഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് മാക് അഡ്രസ്, അതായത് മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്. പിന്നെ ഒന്ന് IP അഡ്രസ്. ഇപ്പോൾ രണ്ട് അഡ്രസ്സാണ് നമ്മൾ മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. മാക് അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് എന്ന് പറയുന്നത് ഒരു 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ അസൈൻ ചെയ്തിട്ടുള്ള അഡ്രസ്സാണ്. അത് അസൈൻ ചെയ്യുന്നത് അതിന്റെ മാനുഫാക്ചറർ ആണ്. ഓക്കെ, അപ്പൊ മാക് അഡ്രസ് ഉണ്ട്. മാക് എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സലി യുണീക്ക് അഡ്രസ് ആണ്. 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അത് അസൈൻ ചെയ്തിരിക്കുന്നത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലാണ് ബൈ മാനുഫാക്ചറർ. അത് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ അസൈൻ ചെയ്യുന്ന ഒരു അഡ്രസ്സാണ്. അതായത് നമുക്ക് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്താണെന്ന് പറഞ്ഞു. ഒരു ഡിവൈസിനെ നെറ്റ്വർക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഡിവൈസാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. ഈ കാർഡിൽ അസൈൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ്, കാർഡിന് അസൈൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് മാക് അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാക് അഡ്രസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിനെ യൂണീക്കായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. മാക് അഡ്രസ് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതൊരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. ഒരു തവണ അസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അതൊരു 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അതല്ലെങ്കിൽ 48 ബിറ്റ് ബൈനറി നമ്പർ എന്ന് വേണമെങ്കിലും പറയാം. 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ, അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 48 ബിറ്റ് ബൈനറി നമ്പർ. ഇനി മാക് അഡ്രസ്സിന്റെ സാധാരണ നമ്മൾ റൈറ്റ് ചെയ്യുന്നത് MM:MM:SS:SS:SS ഈ രീതിയിലാണത് റൈറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ MM-MM-MM-SS-SS ഈ രീതിയിൽ വേണമെങ്കിലും കൊടുക്കാം. ആദ്യത്തെ ഹാഫ്, അതായത് ഫസ്റ്റ് ഹാഫ് 3 MM എഴുതിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഈ NIC അല്ലെങ്കിൽ അതിന്റെ അഡാപ്റ്റർ മാനുഫാക്ചററുടെ ID ആണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ആ മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആദ്യത്തെ മൂന്നെണ്ണമാണ് നമ്മൾ ഫസ്റ്റ് ഹാഫ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ 3 എണ്ണം എന്ന് പറയുന്നത് ഇന്റൽ കോർപ്പറേഷന്റെ ID ആണ്. ഇന്റൽ കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്. ഇനി ഇതിന്റെ ഈ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റിന് ആ മാനുഫാക്ചറർ അസൈൻ ചെയ്തിരിക്കുന്ന നമ്പറാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. ഈ രീതിയിലാണ് മാക് അഡ്രസ് വരുന്നത്. ഇത് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ട് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് മാനുഫാക്ചറർ ആണെന്നുള്ളതും സെക്കൻഡ് ഹാഫിൽ ആ മാനുഫാക്ചറർ ഈ പ്രൊഡക്റ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന യുണീക്ക് ID ആണ്. അപ്പോൾ ഈ രീതിയിലാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിൽ മാക് അഡ്രസ് അസൈൻ ചെയ്യുന്നത്. മാക് അഡ്രസ് 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പർ ആണ്. അത് നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡിലേക്ക് അസൈൻ ചെയ്തിട്ടുള്ള യുണീക്ക് ID ആണ്. അത് അസൈൻ ചെയ്യുന്നത് ഇതിന്റെ മാനുഫാക്ചറർ ആണ്. ഓക്കെ, അടുത്തത് IP അഡ്രസ്. IP അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് ID ആണ്. നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ഡിവൈസിനും അസൈൻ ചെയ്തിരിക്കുന്ന യുണീക്ക് ID. അത് അസൈൻ ചെയ്തിരിക്കുന്നത് അതിന്റെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. ഓക്കെ, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അസൈൻ ചെയ്യുന്ന യുണീക്ക് ID ആണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് വേർഷൻ ഉണ്ട്. IPv4ഉം IPv6 എന്നും പറയും. IPv4 ആണെങ്കിൽ 32 ബിറ്റ് അഡ്രസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. IPv6 ആണെങ്കിൽ 128 ബിറ്റ് അഡ്രസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു IP അഡ്രസ്സിന്റെ എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും 32 ബിറ്റ് ഉണ്ട്. 32 ബിറ്റിന് 8 ബിറ്റ് വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കുകയാണ്. അതായത് ഓരോ ബൈറ്റ് വീതമുള്ള 4 ഗ്രൂപ്പുകളാക്കുകയാണ്. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ്, ഇത് രണ്ടാമത്തെ
പാർട്ട്, ഇത് മൂന്നാമത്തെ പാർട്ട്, ഇത് നാലാമത്തെ പാർട്ട്. അങ്ങനെ 4 പാർട്സ് ഉണ്ടാകും. ഈ 4 ഭാഗങ്ങളെയും ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇതിന് നമുക്ക് ബൈനറി ഫോർമാറ്റിൽ എഴുതാം, അതല്ലെങ്കിൽ ഡെസിമൽ ഫോർമാറ്റിലും എഴുതാം. ഈ ഡെസിമൽ ഫോർമാറ്റിൽ എഴുതുമ്പോൾ ഇപ്പോൾ ഈ 148 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ 78ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 250ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി, 12ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി. ഇനി ഇത് ഈ ഡെസിമൽ പോർഷൻസ് എല്ലാം ഓരോ ഡോട്ട് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്, അങ്ങനെ 4 ബൈറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഇത് ഓരോന്നും ഓരോ ഡോട്ട് യൂസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്നത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റ് എന്നാണ് പറയുന്നത്. IP അഡ്രസ്സിന് നമ്മൾ സാധാരണ ഒരു ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ ആണ് ഉപയോഗിക്കുന്നത്, ഡെസിമൽ ഫോർമാറ്റിൽ നമ്മൾ എഴുതുവാണെങ്കിൽ. ഇതിന് 4 സെക്ഷൻസ് ഉണ്ട്. IP അഡ്രസ് എന്താണ്? ഒരു നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന് അസൈൻ ചെയ്തിരിക്കുന്ന യുണീക്ക് ID ആണ്. അത് അസൈൻ ചെയ്യുന്നത് അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. IP അഡ്രസ് 2 രീതിയിലുണ്ട്. വേർഷൻ 4 ഉണ്ട്, വേർഷൻ 6 ഉണ്ട്. IPv4 ഉണ്ട്, V6 ഉണ്ട്. IPv4ലാണെങ്കിൽ 32 ബിറ്റ് അഡ്രസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് ബൈനറി പറയുമ്പോൾ. ഡെസിമൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ബൈനറിനെ 4 പാർട്സ് ആയിട്ട് തിരിക്കാം. അതായത് 4 ബൈറ്റ്സ് വീതം ഉള്ള, 1 ബൈറ്റ് വീതമുള്ള 4 സെക്ഷൻസ്. അങ്ങനെ മൊത്തം 4 ബൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ പോർഷൻ, ഓരോ പാർട്ടും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഡെസിമൽ നമ്പർ ഉണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഇതിനെ ഡോട്ടഡ് ഡെസിമൽ നൊട്ടേഷൻ എന്ന് പറയും. ഈ ഡോട്ടൽ ഡെസിമൽ നൊട്ടേഷനിൽ നമുക്ക് ഓരോ പാർട്ടിനും 0 to 250 വരെ ഉള്ള നമ്പർ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, ഈ ഭാഗം എടുക്കുകയാണെങ്കിൽ ഇവിടെ 0 to 255 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ഇവിടെ അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയാണെങ്കിലും 0 to 255 നമ്പർ, 0 to 255 വരെയുള്ള നമ്പർ, 0 to 255 വരെയുള്ള നമ്പർ. അപ്പോൾ ആ രീതിയിലാണ് വരുന്നത് ഓരോ ഭാഗത്തിലും. ഇനി മൊത്തം 32 ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 32 ബിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് 2^32 ഡിഫറെൻറ്റ് അഡ്രസ്സസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്ര അഡ്രസ്സസ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും IPv4 ഉപയോഗിച്ച്. പക്ഷേ ഇപ്പം നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ്, അതായത് മൊബൈൽ ഫോൺ, ഹോം അപ്ലയൻസസ്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഒരുപാട് ഡിവൈസസ് നമ്മൾ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിവൈസസിനെല്ലാം കൂടെ യുണീക്ക് ആയിട്ട് ഒരു അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? IPv6ലേക്ക് വന്നിരിക്കുകയാണ്. IPv6 ഉപയോഗിച്ച് 2^128 യുണീക്ക് അഡ്രസ്സ് വരെ നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന 2 അഡ്രസ്സുകൾ. ഒന്ന് മാർക്ക് അഡ്രസ്സും പിന്നെ ഒന്ന് IP അഡ്രസ്സും. താങ്ക് യു.